ഹലോ ഗൈസ്, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ജർമ്മനിലുള്ളവർക്ക് മാത്രം റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കും, പ്രത്യേകിച്ചും നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവർക്ക്. കാര്യം ഞങ്ങൾക്ക് നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവരുടെ വിചാരം നമ്മൾ ഈ സ്റ്റൈഫൻഡ് മേടിച്ച് ഇങ്ങനെ ഇരുന്ന് തിന്ന് കുടിച്ച് ജീവിക്കാന്നാ. നിങ്ങൾ ഒരു ദിവസം ആ ആൾട്ടർനൈം എന്ന് വെച്ചാൽ ഓൾഡ് ഏജ് ഹോമിൽ വന്ന് പണിയെടുത്ത് നോക്കണം. അപ്പം മനസ്സിലാവും ഇതത്ര നിസ്സാര പരിപാടിയൊന്നുമല്ലാന്ന്. കാര്യം ബാക്കി എല്ലായിടത്തും നേഴ്സ് എന്ന് പറഞ്ഞാൽ കെയർ ഗീവർ ആണെങ്കിൽ ഞങ്ങളുടെ ഇവിടെ അടിമപ്പണി എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ അതിൽ കൂടുതലും പറയാം. കാര്യം ഞങ്ങൾ ആൾട്ടർനൈമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തൂപ്പുകാരി, തുറപ്പുകാരി, പിന്നെ അവരുടെ സാധനങ്ങൾ എന്തെങ്കിലും കളഞ്ഞു പോയി അത് കണ്ടുപിടിക്കേണ്ട ആൾ. ഇനി അത് മാത്രമല്ല, ഒരു അപ്പച്ചനെ അമ്മച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഹെയർ സ്റ്റൈലിസ്റ്റ്, കോസ്റ്റ്യൂം ഡിസൈനർ, ഇതെല്ലാം ഞങ്ങളാ. അതിൻ്റെ കൂടെയാണ് പ്രത്യേകിച്ചും 3 ഇയർ കോഴ്സ് ചെയ്യുന്നവർ മെഡിസിൻസ് പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം, പഠിക്കേണ്ടാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഒരു ഹോൾ പാക്കേജാണ് നേഴ്സിംഗ് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ കൊടുക്കണത്. ഇതൊന്നും അറിയാതെയാണ് നാട്ടിൽ ഇരുന്നിട്ട് നേഴ്സിംഗ് ഹോസ്പിറ്റലിംഗ് അല്ലേ, പൈസ ഇങ്ങനെ കിട്ടണ്ടല്ലോ, നിങ്ങൾക്ക് ഒന്നും അറിയണ്ടല്ലോ, മിനി ജോബിന് പോകണ്ട, അതിന് പോകണ്ട, ഒന്നിനും പോകണ്ട. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് എത്ര കിട്ടും, അതിന് എത്ര രൂപ അപ്പനയച്ച് കൊടുക്കണ്ട്, ഞാൻ എത്ര രൂപ അയച്ചു കൊടുത്താലും നിങ്ങൾക്ക് ഇപ്പം എന്താ. ഇനി അതുപോലെ തന്നെ മണ്ണൊന്നും വെച്ചില്ലല്ലോ ജർമ്മനി പോയിട്ട്, ഒരു മാറ്റമില്ല. പിന്നെ ആ ലോക്ക്ഡൗൺ ടൈമിൽ 3 നേരം അമ്മ വന്ന് തിന്നിട്ട് എനിക്ക് വണ്ണം വെച്ചിട്ടില്ല. പിന്നെ ഇത്രയും മണിക്കിടയ്ക്ക് കിട്ടണത് തിന്നുമ്പോൾ ഞാൻ വണ്ണം വെക്കാൻ പോണത്. ശരിയല്ലേ? ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറഞ്ഞു.